PSC പരീക്ഷയുടെ മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് കഴിഞ്ഞ ഒരു വീഡിയോയുടെ കമൻറ്റിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു. കൂടുതൽ ആളുകൾക്കും അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവരുമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. 100 ചോദ്യങ്ങളാണ് ഒരു PSC പരീക്ഷയ്ക്ക് ഉണ്ടാവുന്നത്. അതിൽ ഓരോ ചോദ്യത്തിനും ഓരോ മാർക്കാണ് ശരി ഉത്തരം എഴുതുന്നയാൾക്ക് ലഭിക്കുന്നത്. അതായത് 100 ചോദ്യങ്ങൾക്കും ഒരാൾ ശരി ഉത്തരം എഴുതുകയാണെങ്കിൽ അയാൾക്ക് 100 മാർക്കും ലഭിക്കും. മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയുന്നതിന് മുമ്പ് PSC 2 തരം ആൻസർ കീകളാണ് പബ്ലിഷ് ചെയ്യുന്നത്. പ്രൊവിഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീയും. നമ്മൾ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫൈനൽ ആൻസർ കീയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം. കാരണം നമ്മൾ പ്രൊവിഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. നമുക്ക് ഏകദേശം ഒരു 3-4 ഉദാഹരണങ്ങളിലൂടെ എങ്ങനെയാണ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. ആദ്യം അനൂപ് എന്ന് പറയുന്ന ഒരു ഉദ്യോഗാർത്ഥി 100 ചോദ്യങ്ങളുള്ള ഒരു PSC പരീക്ഷ എഴുതുകയാണ്. അയാൾക്ക് 99 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അറിയാം, ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ല. അപ്പോൾ എന്താണ് അയാൾ ചെയ്യുന്നത്? 100 ചോദ്യങ്ങളിൽ 99 ചോദ്യത്തിനും ശരി ഉത്തരം അയാൾ മാർക്ക് ചെയ്തു. 100ാമത്തെ ചോദ്യം അറിയില്ല. അയാൾ തന്ത്രപരമായിട്ട് ആ ചോദ്യം ഒഴിവാക്കി, അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ അയാൾ 99 ചോദ്യങ്ങൾ മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അയാൾക്ക് എത്ര മാർക്ക് കിട്ടും? 99 മാർക്ക് കിട്ടും. അതിലാർക്കും ഒരു സംശയമില്ലല്ലോ. ഇനി അനൂപിൻ്റെ കൂട്ടുകാരൻ വിനീത്, അയാൾക്കും 99 ചോദ്യങ്ങൾക്കേ ഉത്തരം അറിയൂ, ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അറിയില്ല. പക്ഷെ അയാൾ അതിബുദ്ധി കാണിച്ചു. 99 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം മാർക്ക് ചെയ്തു. 100ാമത്തെ ചോദ്യത്തിന് അയാളൊന്ന് കറക്കി കുത്തിയപ്പോൾ എന്ത് പറ്റി? 100ാമത്തെ ചോദ്യം തെറ്റിപ്പോയി. അപ്പോൾ അയാൾക്ക് 99 ശരി ഉത്തരവും ഒരു തെറ്റുത്തരവുമാണ് ഉള്ളത്. അപ്പോൾ എത്ര മാർക്ക് കിട്ടും? 99 ശരി ഉത്തരത്തിന് ലഭിച്ച മാർക്കായ 99 ആദ്യം എഴുതുക. അതിനുശേഷം തെറ്റിപ്പോയ ഒരു മാർക്കിന് PSC കൊടുക്കുന്ന നെഗറ്റീവ് മാർക്ക് 0.33 ആ 99 നിന്നും കുറയ്ക്കുക. അപ്പോൾ എത്ര മാർക്കായി? 99 മൈനസ് 0.33, അതായത് 98.67 മാർക്കാണ് ഈ ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്നത്. നമ്മളൊക്കെ ഒരു തെറ്റല്ല അല്ലേ, 3-4 തെറ്റുകളോ മുതൽ 10-12 തെറ്റുകൾ മുതൽ, ഒരുപക്ഷെ ആദ്യമായിട്ട് എഴുതുന്നവരൊക്കെ കറക്കി കുത്തി ഒരുപാട് തെറ്റുകൾ വരുത്താറുണ്ടല്ലേ. 10, 20, 30 തെറ്റുകളൊക്കെ വരുത്തുന്നവരുണ്ട്. അപ്പോൾ ഇത്രയും 0.33 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാമോ? ഓരോ 3 തെറ്റ് കൂടുന്തോറും ഓരോ മാർക്ക് നെഗറ്റീവ് പോകുമെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ 6 തെറ്റുള്ള ഒരാൾക്ക് 2 മാർക്ക് നെഗറ്റീവ് പോകുമെന്ന് വിചാരിക്കുക. 3 അല്ലേ 6. അതായത് തെറ്റുകളെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നെഗറ്റീവ് മാർക്ക് എത്രയാണെന്ന് അറിയാൻ പറ്റും. ഒരാൾക്ക് 24 തെറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾക്ക് എത്ര നെഗറ്റീവ് മാർക്ക് പോകുന്നത്? 24 ഡിവൈഡ് ബൈ 3, 8 നെഗറ്റീവ് വരുന്നത്. പിന്നെ ഒരാൾക്ക് 15 തെറ്റുത്തരമുണ്ട്. അപ്പോൾ അയാൾക്ക് എത്ര മാർക്കാണ് കുറയുന്നത് നെഗറ്റീവായിട്ട്? 15 ഡിവൈഡ് ബൈ 3, 5 മാർക്കാണ് നെഗറ്റീവായിട്ട് കുറയുന്നത്. അപ്പോൾ നെഗറ്റീവ് മാർക്കിൻ്റെ കാൽക്കുലേഷൻ ഓർമ്മയുണ്ടല്ലോ. എത്രയാണോ തെറ്റ് ഡിവൈഡ് ബൈ 3. ചിലപ്പം പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകളാണെങ്കിൽ ഓർത്തോളുക. ഇപ്പോൾ ഉദാഹരണത്തിന് 16 തെറ്റാണെന്ന് വിചാരിക്കുക. 16 ഡിവൈഡ് ബൈ 3 നമുക്കൊരു പൂർണ്ണമായിട്ടുള്ള ഒരു നമ്പർ കിട്ടില്ല. അപ്പോൾ തൊട്ട് മുമ്പത്തെ സംഖ്യ എടുക്കുക, 15. 15 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 5 അതിൻ്റെ കൂടെ 0.33 കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 5.33 എന്നുള്ള അതാണ് നെഗറ്റീവ് മാർക്കായിട്ട് വരുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം. സുമേഷ് എന്നൊരാൾ 100 ചോദ്യങ്ങളുള്ള ഒരു PSC പരീക്ഷ എഴുതി. അതിൽ 90 ചോദ്യത്തിന് ശരി ഉത്തരം എഴുതി, 9 ചോദ്യങ്ങൾ തെറ്റുത്തരം എഴുതി, ഒരു ചോദ്യം എഴുതാതെ വിട്ടു. അയാൾക്ക് എത്ര മാർക്ക് കിട്ടും? എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആദ്യം ഒരു പേപ്പറിനകത്ത് എഴുതണം
ശരി ഉത്തരം എഴുതിയ എത്രയാണെന്ന് നോക്കണം. ഇയാൾ എത്ര ശരി ഉത്തരം എഴുതിയത്? 90 ശരി ഉത്തരം എഴുതി. അപ്പോൾ നമ്മൾ പേപ്പറിൽ 90 എന്ന് എഴുതുക. അതിനുശേഷം പുള്ളി എത്ര തെറ്റുത്തരം എഴുതിയെന്ന് നോക്കുക. 9 തെറ്റുത്തരമാണ് എഴുതിയത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, നെഗറ്റീവ് മാർക്ക് കണ്ടുപിടിക്കാൻ 9 ഡിവൈഡഡ് ബൈ 3, അതായത് എത്ര തെറ്റുത്തരമാണോ എഴുതിയത് ആ നമ്പറെ ഡിവൈഡ് ബൈ 3 ഇടുമ്പോൾ നെഗറ്റീവ് മാർക്ക് എത്രയാണെന്ന് കിട്ടും. ഇവിടെ 9 ഡിവൈഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 3 ആണ് അയാളുടെ നെഗറ്റീവ് മാർക്ക്. അപ്പോൾ 90 മൈനസ് 3, 90 മൈനസ് 3 എത്രയാണ്? 87 മാർക്കാണ് അയാൾക്ക് ലഭിക്കുന്നത്. ആ എഴുതാതെ വിട്ട ചോദ്യമോ അതവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ബുദ്ധി ഉപയോഗിച്ചാണ്, അറിയാൻ വയ്യാത്ത ഉത്തരം എഴുതാതിരിക്കുന്നതാണ് ബുദ്ധി. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം എഴുതാത്ത ആ ബുദ്ധിമാന് ആ മാർക്ക് പോവുകയില്ല. ഇനി മോഹൻ എന്ന് പറഞ്ഞ ഒരാൾ, അയാൾ 100 ചോദ്യങ്ങളുള്ളൊരു PSC പരീക്ഷയിൽ 70 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം എഴുതി, 20 ചോദ്യങ്ങൾക്ക് തെറ്റുത്തരം എഴുതി, 10 ചോദ്യങ്ങൾ എഴുതാതെ ഇരുന്നു. അയാൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും.